2023 വിശ്വപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഒരു അത്ഭുതം തന്നെയായിരുന്നു. നടക്കില്ല എന്ന് എഴുതി വെച്ചവർക്ക് മുൻപിൽ തിരുവാറന്മുളയപ്പന്റെ സത്യവും മാഹാത്മ്യവും വെളിപ്പെട്ട ആ ദിവസം. പമ്പാനദിയിലൂടെ ഉത്രാട സന്ധ്യയ്ക്ക് തിരുവാറന്മുളയപ്പന് തിരുവോണ വിഭവങ്ങളുമായി കാട്ടൂർ മഠത്തിൽ നിന്നും പുറപ്പെട്ട തിരുവോണത്തോണി പോലും പമ്പാനദിയിൽ ജലനിരപ്പ് നന്നായി താഴ്ന്ന കാരണത്താൽ പല ദിക്കുകളിലും ഉറച്ചാണ് ആ രാത്രിയിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് തിരുവാറന്മുള ക്ഷേത്രക്കടവിൽ തിരുവോണ ദിവസം പുലർച്ചെ അടുത്തത്. പണ്ടൊരു ഉത്രാട രാത്രിയിൽ കൈപ്പുഴക്കയത്തിൽ തിരുവോണത്തോണി നിശ്ചലമായതുപോലെ എപ്പോഴൊക്കെയാണോ തന്റെ ദേശത്ത് ദുഃഖദുരിതങ്ങളും ദാരിദ്ര്യ ദുഃഖവും അനുഭവിക്കുന്നവരുടെ എണ്ണം പേറി വരുന്നത്, അപ്പോഴൊക്കെ ഭഗവാന്റെ സത്യമായ തിരുവോണത്തോണി അവിടെയെല്ലാം നിശ്ചലമായിരിക്കും. തിരുവോണത്തോണി നിശ്ചലമായി പമ്പാനദിയിലൂടെ ഉറച്ചു വന്നതിന്റെ എല്ലാം വ്യക്തമായ കാരണവും സൂചനയും ഇന്നും ദേശത്ത് ദുഃഖദുരിതങ്ങളും ദാരിദ്ര്യ ദുഃഖവും അനുഭവിക്കുന്നവർ ഉണ്ട് എന്നാണ്. 2023 ചിങ്ങമാസത്തിലെ പൂരുട്ടാതി നാൾ ഉച്ചവരെ വറ്റിവരണ്ടു കിടന്ന പമ്പാനദിയിൽ അന്നേ ദിവസം സന്ധ്യാദീപാരാധനയ്ക്കായി തിരുവാറന്മുളയിൽ തിരുനട തുറന്ന സമയം ആറന്മുളയിലും ഭ്രാന്തപ്രദേശങ്ങളിലും കിഴക്കൻ മലകളിലും വനത്തിലും പെയ്ത ആ ഒരു മഴ കണ്ട് പമ്പാനദിയിൽ ജലം വന്ന് നിറയുകയാണ് ഭഗവാന്റെ ഉത്രട്ടാതി ജലോത്സവത്തിനായിട്ട്. ഉത്രട്ടാതിക്ക് തലേനാൾ വരെ വറ്റി വരണ്ടു കിടന്ന പമ്പാനദിയിൽ എന്തു പ്രതിഭാസമാണ് കാണുന്നത് എന്ന് ഉത്രട്ടാതി നാൾ പുലർച്ചെ എണ്ണീറ്റവരെല്ലാം ആലോചിച്ചു. തിരുവാറന്മുളയപ്പന്റെ വൈഭവം തന്നെയാണ് അന്ന് രാത്രിയിൽ പെയ്തിറങ്ങിയത്. ഈ പ്രപഞ്ചമാകെയും അഷ്ടദിക്പാലകന്മാരെയും പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവന് ഒരു രാത്രി കണ്ട് മഴ പെയ്യിപ്പിക്കുവാനാണോ പാട്? അന്നത്തെ ഉത്രട്ടാതി ജലോത്സവം വളരെ ഭംഗിയായി നടന്നു. ആ വർഷത്തെ ഉത്രട്ടാതി ജലോത്സവത്തിന്റെ സർവകാര്യകർത്താവും സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ തന്നെയായിരുന്നു. അല്ലെങ്കിലും ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ അവസാന തീരുമാനം, ആ തിരുമനസ് തിരുവാറന്മുളയപ്പന്റെ തന്നെ ആയിരിക്കും എല്ലാ കാലവും.